ആരാധകരെ ശാന്തരാകുമെന്ന് ശരിക്കും പറയേണ്ടി വരുമോ? അതിന് ആരാധകർ അശാന്തരല്ലോ. ടോവിനോയുടെ ബെസ്റ്റ് പെർഫോമൻസ്, ടോവിനോയുടെ ഒരു ഹിറ്റ് പടം ആയി മാറും. നടികർ സീൻ മാറ്റോ? സുഷിനോട് ചോദിക്കണം. കണ്ട പടം കണ്ടോ? പോകണം. എക്സ്പീരിയൻസ് എന്നോട് ചോദിക്കുന്നതിനകത്ത് കാര്യമുള്ള ഞാൻ ഈ സിനിമയില് തുടക്കം മുതല് പ്രതീക്ഷ പോലെ വന്നോ? അത് പ്രതീക്ഷ പോലെ വന്നിട്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇവരുടെ റെസ്പോൺസ് ചെയ്യുന്നതാണ് അറിയാൻ. ഇവരുടെ അല്ല, സിനിമ കണ്ടിട്ടുള്ള ആൾക്കാരുടെ ആ ഒരു അഭിപ്രായമാണ് നമുക്ക് അറിയേണ്ടത്. അതിന് വേണ്ടിയിട്ടാണ് പറഞ്ഞത് സിനിമ ചെയ്ത് കാത്തിരിക്കുന്നത്. ഞങ്ങളൊക്കെ വളരെ ഹാപ്പി ആയിരുന്നു ഓൾറെഡി റിലീസിന് മുമ്പേ. ഞാൻ കണ്ടിടത്തോളം തിയേറ്ററിൽ അവസാനം ആ ഒരു കയ്യടി ഞാൻ പ്രതീക്ഷിക്കുന്നത് കിട്ടി. ഞാൻ വിചാരിക്കുന്നത് അവർക്കത് ഇഷ്ടപ്പെട്ടതുകൊണ്ട് കൈയടിച്ചാണെന്നുള്ളതാണ്. നടികർ സീൻ മാറ്റോ? സുഷിനോട് ചോദിക്കണം. ഓക്കെ കൂടെ സൂപ്പർ. ടോവിനോ പുറകെ വരുന്നുണ്ട്, ഒന്നും പറയല്ല, സൂപ്പർ. അടിപൊളി കലക്കി പൊളിച്ചു. പടം എങ്ങനെയുണ്ട്? അടിപൊളി, ഒരു രക്ഷയില്ല. അടിപൊളി പടം. ടോവിനോയുടെ ബെസ്റ്റ് പെർഫോമൻസ്. സിനിമ എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടു, നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. സാർ പടം എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്, നല്ല സിനിമ. അടിപൊളിയാ, സൂപ്പർ, ബ്യൂട്ടിഫുൾ, വെൽ ഷോട്ട്, വെൽ മെയ്ഡ്. പൊളിയായിരുന്നു, സൂപ്പർ. ഉഗ്രൻ സിനിമ. തിയേറ്ററിൽ തോന്നുന്നു. അടിപൊളിയായിരുന്നു. അടിപൊളി. പിന്നെ ഞാൻ എന്താ പറയാ, ഞാൻ അഭിനയിച്ചോടല്ലേ. മക്കളെ കടത്തി വിടണേ, മക്കളെ ഒന്ന് കടത്തി വിടണേ. ചെറുതല്ല സിനിമ എനിക്കിഷ്ടപ്പെട്ടു. എന്തൊരു ടോവിനോൻ്റെ ഒരു ഗംഭീര പെർഫോമൻസ്. അതിൻ്റെ ഒപ്പം ഷൗബിനും സുരേഷ് കൃഷ്ണനും എല്ലാം കൂടി നല്ലൊരു കോമ്പിനേഷൻ. ബാലവരസിൻ്റെ ഒരു ഉഗ്രൻ കോമ്പിനേഷൻ. എന്തായാലും ഒരു ടോവിനോയുടെ ഒരു ഹിറ്റ് പടം ആയി മാറും. നടികർ കണ്ടിറങ്ങി, എന്താ പറയുക, നല്ല, എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമായി. ഒത്തിരി കണക്ഷൻസ് ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട് പടം കാണുമ്പോൾ. മധുബാല്, രഞ്ജിച്ചേട്ടൻ, അതുപോലെ തന്നെ അരുൺ ബേനൻ തുടങ്ങിയിട്ടുള്ള നിരവധി വലിയ സീനിയർ ആയിട്ടുള്ള ആക്ടേഴ്സിന്റെ കൂടെ അഭിനയിച്ച സമയത്ത് ഇത്തരത്തിൽ രഞ്ജിച്ചേട്ടൻ്റെ അടുത്ത് ആ സിനിമയിലുള്ള പോലെ എപ്പോഴെങ്കിലും ചീത്തയൊക്കെ നിന്നിട്ടുണ്ടോ? ഇല്ല. പുള്ളി ശരിക്കും ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള മനുഷ്യനാണ്. നമ്മളാ സിനിമയിലുള്ള ക്യാരക്ടർ അങ്ങനെയായിരുന്നു. അതർവൈസ് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള ഭയങ്കര കോൺവെർസേഷൻസ് ആണ് ഞങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഭയങ്കര തമാശയും അങ്ങനത്തെ ഒരാളാണ്. ആക്ടിങ്ങിന്റെ സമയത്ത് എന്തെങ്കിലും നിർദ്ദേശങ്ങളോ അങ്ങനെ എന്തെങ്കിലും സജഷൻസോ തന്നിട്ടുണ്ടായിരുന്നു ഇവരൊക്കെ? ഇല്ല, അവരങ്ങനെ അതിലൊന്നും ഇടപെട്ടിട്ടുണ്ടായിരുന്നില്ല. തീർച്ചയായിട്ടും ജീൻ്റെയും റൈറ്ററായിട്ടുള്ള സുധിൻ്റെയും അവരുടെയൊക്കെ ഭാഗത്തുനിന്നും പിന്നെ ഞങ്ങൾ ഇതിന് വേണ്ടിയിട്ട് അത്യാവശ്യം പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ക്യാരക്ടറിന് വേണ്ടിയിട്ട്. പിന്നെ അതുമല്ല, നമുക്കറിയാം ഇവരൊക്കെ ഒരു മറ്റൊരു മേഖലയിൽ ഇവരെല്ലാവരും ഷൈൻ ചെയ്ത് നിൽക്കുന്നു. ഇപ്പോൾ രഞ്ജിച്ചേട്ടനാണെങ്കിൽ ഇപ്പോൾ സിനിമ മേഖലയിൽ ഏറ്റവും സീനിയറായിട്ട് നിൽക്കുന്ന ഒരു ഔദ്യോഗിക പദവിയിൽ ഇരിക്കുന്ന ആളുകളാണ്. ഇത്തരത്തിൽ ആളുകളെ കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് മറ്റെന്തെങ്കിലും ഇവരെ കിട്ടാനോ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ ഒരു വിളിച്ച സമയത്ത് തന്നെ സിനിമയിലേക്ക് വരാൻ? അതെനിക്കറിയില്ല. അതൊക്കെ കാസ്റ്റിംഗ് ഒന്നും ചെയ്യണത് ഞാനല്ലല്ലോ. അത്
പക്ഷെ അവർ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൾക്കാരാണ്. അവരിങ്ങനെ വളരെ സന്തോഷത്തോടെ തന്നെ വന്നതും ചെയ്തതും ആ ഉള്ള സമയം ഭയങ്കര എൻജോയ്മെന്റ് വരും. എല്ലാ ടീമും ബാലു തുടങ്ങിയിട്ടുള്ള ആളുകളെയൊക്കെ ഒപ്പം വർക്ക് ചെയ്തൊരു മൊമെന്റ് എത്രത്തോളം? ഭയങ്കര സന്തോഷമാണ്. കാര്യം എല്ലാവരും വർഷങ്ങളായിട്ടുള്ള സുഹൃത്തുക്കളാണ്. അവരോട് സിനിമകൾ ചെയ്യാന്നുള്ളത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. ഭാവനയോടൊത്ത് ഭാവന നമുക്കറിയാം കുറേ കാലത്തിന് ശേഷം നമ്മുടെ ഒരു ജനപ്രിയ മനസ്സുകളിൽ ഏറ്റവും തിങ്ങിക്കുന്ന ഒരു ഭാവന ഈ സിനിമയിൽ വരുവാണ്, തിരിച്ചു വരുവാണ്. എങ്ങനെ ഉണ്ടായിരുന്നു ഭാവനയോടൊപ്പം? ഞാനിതെൻ്റെ ഒരു വളരെ പ്രധാനപ്പെട്ട സിനിമയാണെന്നാണ് വിചാരിക്കുന്നത്. ആ സിനിമയിലും ഇതിലെൻ്റെ ആദ്യ നായികയായിട്ട് തന്നെ ഡേവിഡ് പടിക്കലിൻ്റെ ആദ്യ നായികയായിട്ട് ഭാവന അഭിനയിക്കുന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര കൗതുകം ഉണ്ടാക്കിയൊരു കാര്യമായിരുന്നു. ഭയങ്കര സന്തോഷമാണ് ഭാവനയുടെ കൂടെ വീണ്ടും വർക്ക് ചെയ്യാൻ പറ്റുക. ആരാധകരെ ശാന്തരാകുമെന്ന് ശരിക്കും പറയേണ്ടി വരുമോ? അതിന് ആരാധകർ അശാന്തരല്ല. എല്ലാവരും കാണാവുന്ന, ഫാമിലി ആയിട്ട് വന്ന് കാണാവുന്ന നല്ല സിനിമയാണ്. നല്ല എൻ്റർടൈനറാണ്. എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. സിനിമ അടിപൊളിയായിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി. ഞങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. ഞങ്ങൾക്കും ഇതൊരു ലെസൺ ആയി. എന്താണെന്ന് വെച്ചാൽ ഇത് സൂപ്പർ സ്റ്റാർ ആവുന്നതല്ല ഇമ്പോർട്ടൻസ്, ബാക്കിയുള്ള ആൾക്കാരോട് ഇഴങ്ങുന്നതും നല്ല മനുഷ്യനാവുന്നതുമാണെന്ന് മനസ്സിലായി. നാലടിപ്പൻ സിനിമയാണ്. ടോവിനോ പൊളിച്ച്, സൗബിൻ ചേട്ടനും പൊളിച്ച്. ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഹിറ്റാണെന്നാണല്ലോ, അങ്ങനെ ആവട്ടെ. സോങ്ങൊക്കെ സ്ക്രീനിൽ വന്നപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു? ഏതാ സോങ്സൊക്കെ സ്ക്രീനിൽ കാണാൻ സാധിച്ചപ്പോൾ എങ്ങനെയാണ്? നല്ല രസമല്ല. അതായത് ഇതൊരു എന്താ, ഇത് ഭയങ്കര ഒരു അടിച്ചുപൊളി മാസ് എന്റർടൈനർ അങ്ങനത്തെ ഒരു പരിപാടിയല്ലേ. ഇത് ഒരു ഇമോഷണൽ ജേണിയാണ് ഒരു ആക്ടറിൻ്റെ. അപ്പം അങ്ങനത്തെ ഒരു ഇമോഷണൽ പടം കാണാനായിട്ടാണ് നമ്മൾ. അപ്പോൾ ആളുകൾ അത് കണക്ട് ആവുന്നുണ്ടെന്ന് അറിയുമ്പോൾ, ഇമോഷണൽ ആൾക്കാരായിട്ട് കണക്ട് ആയാലും വർക്കാവില്ല. അപ്പോൾ ആളുകൾക്ക് അത് കണക്ട് ആവുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം. ബാക്കി എല്ലാവരും ഹാപ്പിയാണ്. ഇമോഷൻസ് ഉണ്ട്, ജോക്ക് ഉണ്ട്. സോ ഐ തിങ്ക് എവറിബഡി വിൽ എൻജോയ് ദിസ് മൂവി. സോങ്സ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? ഈ സോങ്സ് ഒക്കെ നമ്മൾ നേരത്തെ കണ്ടെങ്കിലും സിനിമയായിട്ട് കണക്ട് ആവുന്നുണ്ടാകാം കാണുമ്പോൾ. ഐ തിങ്ക് സോ. യു ഗൈസ് ഹാവ് ടു ടെൽ ദ റെസ്റ്റ്. എനിക്ക് ആക്ച്വലി എല്ലാ വർക്കായി. ഐ എം വെരി ഹാപ്പി വിത്ത് മ്യൂസിക്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആൻഡ് ദ ഹോൾ വേ എല്ലാം ഒരുമിച്ച് വന്നത്. ഐ എം റിയലി ഹാപ്പി. ലാൽ ജൂനിയർ എപ്പോഴും ഡിഫറെൻറ്റ് വൈബായിരുന്നു. പക്ഷേ ഇതിനകത്ത് കുറച്ചുകൂടി ഇമോഷണൽ കണ്ടൻറ് ഉണ്ടായിരുന്നു. നല്ലൊരു സോളിഡ് കഥ ഉണ്ടായിരുന്നു. സ്റ്റാർട്ടിങ് വിത്ത് ടോവിനോ സൂപ്പർബായിരുന്നു. കുറേ ഡിഫറെൻറ്റ് ലുക്സ് കാണാൻ പറ്റി. നല്ല സ്റ്റൈലിഷ് ആയിരുന്നു. അപ്പാർട്ട് ഫ്രം ദാറ്റ് നല്ല രീതിയിൽ ആക്ട് ചെയ്തിട്ടുണ്ട്. അന്വേഷിപ്പിൻ കണ്ടെത്തും എന്ന സിനിമയ്ക്ക് ശേഷം ടൊവിനോ നല്ല രീതിയിൽ അഭിനയിച്ചിരിക്കുന്ന ഒരു സിനിമയാണ്. കാരണം ഈ സിനിമ എന്ന് പറയുന്ന സിനിമയ്ക്കുള്ള സിനിമയാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഡയറക്ടർ നമ്മുടെ ലാൽ ജൂനിയർ ഇതെല്ലാം തുറന്നു കാണിച്ചിരിക്കുന്ന ഒരു സിനിമയാണ് നടികർന്ന സിനിമ. ഇതിനകത്ത് പ്രത്യേകിച്ച് പറയാനുള്ള സൗബിൻ എന്ന് പറയുന്നത് നമ്മുടെ മഞ്ഞുമൽ ബോയ്സിന് ശേഷം അദ്ദേഹം ശക്തമായി ചെയ്തിരിക്കുന്ന ഒരു കഥാപാത്രമാണ് ഈ സിനിമയിലെ. അതേപോലെ സലിംകുമാറിൻ്റെ മോൻ ചന്തു. പിന്നെ ഒരു കാര്യമുണ്ട്, ക്ലൈമാക്സ് വേറെ ലെവലാട്ടോ സിനിമയിലെ.